എന്താണ് ഞാനൊരു കാര്യം തീരുമാനിച്ചു, നിങ്ങളെക്കൊണ്ട് ഞാൻ 100 ദിവസം കൊണ്ട് ഇംഗ്ലീഷിൽ ഒരുമാതിരിയെങ്കിലും സംസാരിക്കാൻ പഠിപ്പിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ 100 ദിവസം 100 പാഠങ്ങൾ. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ മലയാളത്തിൽ, അത് ഞാൻ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ 100 ദിവസത്തെ ഒരു കോഴ്സാണ്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഒരു ദിവസം ഒരു 15 മിനിറ്റ് വെച്ച് ഇതിനകത്ത് ചിലവഴിക്കുകയാണെങ്കിൽ 100 ദിവസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മളത് 1ാമത്തെ ദിവസമാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഞാനും പകരം വേറൊരു ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ചിലപ്പോൾ, അയ്യോ എനിക്ക് നേരമില്ല. നിങ്ങൾ 15 മിനിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കുക. ഒരു ബുക്ക് എടുക്കുക, അല്ലെ ഒരു പേന എടുക്കുക. അതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന സെൻറ്റൻസുകളുണ്ടല്ലോ അത് എഴുതി വെക്കുക. അതുപോലെ തന്നെ അത് നിങ്ങൾ ഉപയോഗിക്കുക. അന്ന് തന്നെ നിങ്ങളിത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് വാക്കുകൾ എന്നുള്ളത്. ഉറക്കെ പറ. എങ്ങനെ പറയും? അത് ഉറക്കെ പറഞ്ഞേ. സ്പീക്ക് ലൗഡ്ലി, അല്ലെങ്കിൽ സേ ഇറ്റ് ലൗഡ്ലി. ഒന്നുകൂടെ പറഞ്ഞേ. Speak loudly, say it loudly. Speak loudly, say it loudly. തീർച്ചയായിട്ടും നമ്മൾ ഇംഗ്ലീഷ് എന്നുള്ളത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, അല്ലേ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് ഉപയോഗിക്കണം? പ്ലീസ് എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പിൽ ഉപയോഗിക്കുക. പ്ലീസ് സ്പീക്ക് ലൗഡ്ലി, പ്ലീസ് സേ ഇറ്റ് ലൗഡ്ലി. ശരി. നമ്മൾ പലപ്പോഴും പറയത്തില്ല ശരി എന്ന് പറയത്തില്ലേ? ശരി എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ എന്നൊക്കെ നമ്മൾ പറയില്ലേ? താങ്ക് യു, അല്ലെങ്കിൽ നമുക്കെന്തൊരു താങ്ക് യുവിന് വരെ പോലും നമ്മൾ ശരി ഉപയോഗിക്കും, അല്ലേ? നമുക്ക് അതിൽ ഒരു എന്നാൽ ശരി കേട്ടോ എന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞാൽ അർത്ഥം താങ്ക്സ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? എപ്പോഴും ശരിയുടെ ഇംഗ്ലീഷ് എന്താണ്? റൈറ്റ്, അല്ലെങ്കിൽ ഫൈൻ. പല സാഹചര്യം അനുസരിച്ചാണ്. എന്നാൽ ശരി, റൈറ്റ്, ഫൈൻ, ഓക്കെ, താങ്ക് യു. ശരി, ഗുഡ് എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ശരിയുടെ ഇംഗ്ലീഷ് എന്താണ്? എന്ത് വേണമെങ്കിലും ആകാം. ഇതിനകത്ത് സാഹചര്യം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ആകാം, അല്ലേ? റൈറ്റ് ആകാം, ഫൈൻ ആകാം, ഓക്കെ ആകാം, ഗുഡ് ആകാം, താങ്ക് യു ആകാം. ഇനി ശരിയാണ് എന്നങ്ങനെ പറയാം. ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്. അല്ലെങ്കിൽ ഓക്കെ ശരിയാണ്, ദാറ്റ്സ് ഫൈൻ. എന്നാൽ ഓക്കെ ശരിയാണ് എന്നുള്ളതിൽ ശരിയാ, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് റൈറ്റ്. ശരിയാണോ? ശരിയാണോ? ഈസ് ദാറ്റ് റൈറ്റ്? ഈസ് ദാറ്റ് റൈറ്റ്? അല്ലെങ്കിൽ ഈസ് ദാറ്റ് ഓക്കെ? ശരിയാണോ? ഈസ് ദാറ്റ് റൈറ്റ്? ഈസ് ദാറ്റ് ഓക്കെ? ശരിയല്ല, ദാറ്റ്സ് നോട്ട് റൈറ്റ്, ദാറ്റ്സ് നോട്ട് റൈറ്റ്. നമുക്ക് ഒന്നിച്ച് പറയാം, അല്ലേ? ദാറ്റ്സ് നോട്ട് റൈറ്റ്, ദാറ്റ്സ് നോട്ട് റൈറ്റ്. അത് ശരിയല്ലേ? അത് ശരിയല്ലേ? ദാറ്റ്സ് റൈറ്റ്, ഈസ്ന്റ് ഇറ്റ്? ദാറ്റ്സ് റൈറ്റ്, ഈസ്ന്റ് ഇറ്റ്? അല്ലേ? അല്ലേ എന്നുള്ളതിനാണ് നമ്മൾ അവിടെ ടാഗ് ക്വസ്റ്റ്യൻ ആണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയും, അല്ലേ? അതാണ് നമ്മൾ ഈസ്ന്റ് ഇറ്റ് എന്നുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ്സ് റൈറ്റ്, ഈസ്ന്റ് ഇറ്റ്? അത് ശരിയാണ്, അല്ലേ? അത് ശരിയല്ലേ എന്നുള്ളത് നമ്മൾ വേറെ ചെയ്യും. അത് ശരിയാണ് അല്ലേ എന്ന് ചോദിക്കത്തില്ലേ? അത് ശരിയല്ലേ? ദാറ്റ്സ് റൈറ്റ്, ഈസ്ന്റ് ഇറ്റ്? ഈസ്ന്റ് ദാറ്റ് റൈറ്റ്? അത് ശരിയല്ലേ? ഈസ്ന്റ് ദാറ്റ് റൈറ്റ്? ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിന് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചാണ്, മുമ്പിലുള്ള ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ്. പക്ഷേ ഈ 100 ദിവസത്തിനകത്ത് നമ്മൾ ഗ്രാമറിലേക്കോ അല്ല അങ്ങനത്തെ സെഷനിലേക്കോ ഒന്നും പോകുന്നു, നമ്മൾ ഇതങ്ങോട്ട് എന്താണ് മെമ്മറൈസ് ചെയ്യാം. നമ്മൾ ബൈ ഹാർട്ട് എന്ന് പറയത്തില്ലേ, അല്ലേ? ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത് അതിന് നല്ലൊരു വാക്ക് എന്താണ്? മെമ്മറൈസ് എന്നുള്ള വാക്കാണ്. അപ്പം നമ്മളിത് മെമ്മറൈസ് ചെയ്യാണ്, നമ്മൾ എഴുതി പഠിക്കുകയാണ്, നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നതാണ് നമ്മൾ ഉപയോഗിച്ചാണ് പഠിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മുടെ പ്രൊനൗൺസിയേഷൻ ആദ്യം കൃത്യമാക്കണം, അതിനകത്ത് ആദ്യം ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇംഗ്ലീഷിൻ്റെ അകത്ത് ഒരുപാട് റിസർച്ച് നടത്തിയ ഒരു പ്രൊഫസർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷുകാരനാണ്, പുള്ളി പറഞ്ഞതാണ്, നമ്മൾ ഈ പ്രൊനൗൺസിയേഷൻ ശരിയാകുമോ, എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്നുള്ള പേടി കൊണ്ട് പലപ്പോഴും നമ്മൾ സംസാരം തന്നെ നിർത്തും, അല്ലേ? അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അവരാദ്യം കൃത്യമായ പ്രൊനൗൺസിയേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊനൗൺസിയേഷൻ ഒത്തിരി പ്രാധാന്യം ആദ്യം കൊടുക്കണ്ട. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത് ശരിയാണോ അല്ലെങ്കിൽ ആണെന്നുള്ള ഒരു പേടി കൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കും, അല്ലേ? അതുകൊണ്ട് എന്താണ് നമ്മൾ പ്രൊനൗൺസിയേഷൻ ഒത്തിരി പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? പക്ഷി എന്നുള്ളതിന് പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോലെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നീട് നമുക്കത് ശരിയാക്കി എടുക്കാം. അപ്പോൾ അത് ശരിയല്ലേ? ഈസ് ദാറ്റ് റൈറ്റ്? ഈസ്ന്റ് ഇറ്റ്? ഈസ്ന്റ് ദാറ്റ് റൈറ്റ്? മതിയോ? ഈസ് ദാറ്റ് ഇനഫ്? അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇനഫ്, മതിയായോ എന്ന് ചോദിച്ചില്ലേ? ഈസ് ദാറ്റ് ഇനഫ്? ഈസ് ദാറ്റ് ഇനഫ്? ഇനഫ്.
മതി, ഇനഫ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് അല്ലേ, നമ്മൾ ആദ്യത്തെ മതിയോ എന്ന് ചോദിച്ചത് ഇനഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ രീതിയിലാണ്. ഇവിടെ മതി എന്നുള്ളത് ഇനഫ്, മതി, ഇനഫ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദാറ്റ്സ് ഇനഫ്. ഞാനിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മനസ്സിലായോ? ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ആണ്, ഡു യു അണ്ടർസ്റ്റാൻഡ് ആണ്? ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട് സത്യത്തിൽ. പിന്നെ നേറ്റീവ് സ്പീക്കേഴ്സ് ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ മിക്കപ്പോഴും അവർ ഉപയോഗിക്കുന്നത് ഡു യു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഗ്രാമറ്റിക്കൽ രീതിയിൽ, ഗ്രാമറിൻ്റെ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷേ സംസാര ഭാഷയിൽ അങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ അവന് മനസ്സിലായോ, ഡസ് ഹി അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ഇങ്ങനെ വേണം ചോദിക്കാം, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഡിഡ് ഹി അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായോ? ഡു അണ്ടർസ്റ്റാൻഡ് അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. നിനക്ക് മനസ്സിലായോ? ഡു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. I didn't understand. He doesn't understand. I don't understand. The same thing അല്ലേ. നമ്മൾ എന്താണ് നെഗറ്റീവായിട്ട് അല്ലേ, ഇല്ല, മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നത് I didn't understand അല്ലെങ്കിൽ അവന് മനസ്സിലായില്ല, he didn't understand. ഇങ്ങനെയാണ് ഉപയോഗിക്കുക അല്ലെ. എന്താണ് I don't understand എന്നും ഉപയോഗിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അത് ഗ്രാമർ ശരിയാണോ അങ്ങനെ ചിന്തിക്കേണ്ട, അതിങ്ങനെ ഉപയോഗിക്കുന്ന I don't understand, എനിക്ക് മനസ്സിലായില്ല, അവന് മനസ്സിലായില്ല, he doesn't understand, അവർക്ക് മനസ്സിലായില്ല, they don't understand അല്ലെങ്കിൽ they didn't understand. അങ്ങനെ വേണം ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നിനക്ക് മനസ്സിലായില്ലേ? Didn't you understand അല്ലെങ്കിൽ don't you understand? നിനക്ക് മനസ്സിലായില്ലേ? Don't you understand? Didn't you understand? ഒരെണ്ണം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലേ. രണ്ടും ഒരേ അർത്ഥമാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. സംസാര ഭാഷയിൽ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് എന്ന് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അങ്ങനല്ലേ അല്ലേ നമ്മൾ എന്തെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഈസ്ൻ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ, അതിന് ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈസ്ൻ്റ് ഇറ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. നിൻ്റെ പേര് രോഹൻ അല്ലേ? രോഹൻ അല്ലേ? അപ്പോൾ നിൻ്റെ പേര് രോഹൻ അല്ലേ? യുവർ നെയിം ഈസ് രോഹൻ isn't it? അല്ലേ? ഇത് ചായ അല്ലേ? ദിസ് ഈസ് ടീ isn't it? നിൻ്റെ പേര് രോഹൻ അല്ലേ? isn't your name രോഹൻ? അപ്പോൾ അങ്ങനെ നമുക്ക് ചോദിക്കാം കേട്ടോ. നമ്മൾ മുമ്പേ ചോദിച്ചു, അല്ലാതെ ഈ രീതിയിൽ ചോദിക്കാം. isn't your name രോഹൻ? നിൻ്റെ പേര് രോഹൻ അല്ലേ? നോ, ഐ എം ടോം. അല്ല, എൻ്റെ പേര് ടോം എന്നാണ്. isn't your name രോഹൻ? നോ, ഐ എം ടോം. നിൻ്റെ വീട് എവിടെയാണ്? വേർ ഈസ് യുവർ ഹോം? നിൻ്റെ വീട് എവിടെയാണ്? വേർ ഈസ് യുവർ ഹോം? എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. ഇപ്പോൾ എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ്. ഇറ്റ്സ് ഇൻ കാഞ്ഞിരപ്പള്ളി. കാരണം എന്താണ്? വേഴ്സ് യുവർ ഹോം എന്ന് ചോദിച്ചപ്പോൾ മൈ ഹോം ഇസ് ഇൻ കാഞ്ഞിരപ്പള്ളി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ ഇറ്റ്സ് ഇൻ കാഞ്ഞിരപ്പള്ളി, എൻ്റെ വീട്. അത് ചോദ്യത്തിന് ഉത്തരവാണല്ലേ. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി, ഇറ്റ്സ് ഇൻ കാഞ്ഞിരപ്പള്ളി. അല്ല, ഇങ്ങനെ വേണമെങ്കിലും പറയാം, മൈ ഹോം ഈസ് ഇൻ കാഞ്ഞിരപ്പള്ളി, ഇറ്റ്സ് ഇൻ കാഞ്ഞിരപ്പള്ളി. നിൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണല്ലേ? കണ്ടിട്ടുണ്ട്, അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അവിടെ വെച്ച് നിൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലല്ലേ? യുവർ ഹോം ഈസ് ഇൻ കാഞ്ഞിരപ്പള്ളി isn't it? അല്ലേ? അവിടെ നമ്മൾ വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യുവർ ഹോം ഈസ് ഇൻ കാഞ്ഞിരപ്പള്ളി isn't it? ഈ മുറിയിൽ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ എത്ര പേരുണ്ട് ഈ റൂമിൽ? ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദിസ് റൂം? അല്ലെങ്കിൽ ഈ വീട്ടിൽ, നിൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട്? ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ യുവർ ഹോം? അല്ലെങ്കിൽ നിൻ്റെ ഫാമിലിയിൽ, നിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വേണമെന്ന് ചോദിക്കാം അല്ലേ. ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ യുവർ ഫാമിലി? ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ യുവർ ഫാമിലി? ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദിസ് റൂം? ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ യുവർ ഹോം? ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ യുവർ ഫാമിലി? നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ, ഉണ്ട് എന്ന്. നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ പറയാം, ഉണ്ട് എന്നുള്ളത് നമ്മൾ പല രീതിയിൽ പറയാം. എനിക്കൊരു കാറുണ്ട് അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അതിന് ഹാസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹാവ് എന്ന് പറയാം. അതെവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഈ ഹാവ് എന്നുള്ളത് നമ്മൾ
പ്ലൂറലിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു പ്ലൂറലായിട്ടാണ് പഠിച്ചത്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് കാണുന്നവർക്ക് അത് വ്യക്തമായിട്ടറിയാം എന്തുകൊണ്ടാണ്, വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതിന് ദെയർ ഈസ് അല്ലെങ്കിൽ ദെയർ ആർ എന്ന് നമുക്ക് പറയാം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിലാണ് ദെയർ ആർ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ദെയർ ഈസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇവിടെ എനിക്കൊരു കാർ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഐ ഹാവ് എ കാർ. എനിക്ക് ഉണ്ടെന്നുള്ളതിന് ഐ ഹാവ് എ കാർ. അവനൊരു കാറുണ്ട്. ഹീ ഹാസ് എ കാർ. അവൾക്കൊരു വലിയ വീടുണ്ട്. ഷീ ഹാസ് എ ബിഗ് ഹൗസ്. ഷീ ഹാസ് എ ബിഗ് ഹൗസ്. അപ്പം അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഹാസും ഹാവും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും ഷീ വന്നതുകൊണ്ടാണ് ഹാസ് വന്നത്, ഐ വന്നതുകൊണ്ടാണ് ഹാവ് വന്നത്. അവർക്ക് 5 കാറുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ദേ ഹാവ് 5 കാർസ്. ദേ ഹാവ് 5 കാർസ് അല്ലേ, അവർക്ക് എന്നുള്ളതാണ്, അതുകൊണ്ടാണ് അല്ലേ. ഇനി എൻ്റെ വീട്ടിൽ 5 പേരുണ്ട് എന്നെങ്ങനെ പറയാൻ പറ്റുമോ, അതും ഉണ്ടാണല്ലേ. ദേ ആർ 5 പീപ്പിൾ ഇൻ മൈ ഫാമിലി, അല്ലെങ്കിൽ ദേ ആർ 5 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. There are 5 members in my family. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല സാഹചര്യങ്ങളിൽ ഇത് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതറിയത്തില്ലെങ്കിൽ പോലും അതിനെന്താണ് ഉദ്ദേശിക്കുന്നത്, അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പേപ്പറിൽ എഴുതി വേണം ഇത് ഉപയോഗിക്കാൻ. നിങ്ങളുടെ പോക്കറ്റിലിടുക. നിങ്ങൾ എവിടെ പോയാലും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഹാൻഡി ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിൽ നമ്മൾ അത് കയ്യിൽ കരുതുക. അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇനി ഹാവിന് കഴിക്കുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. ING ഉപയോഗിക്കുന്നത് എപ്പോഴും ഈ കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഐ എം ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തീർച്ചയായിട്ടും എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. ഷീ ഹാസ് എ ബിഗ് ഹൗസ്. ദേ ആർ 5 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. അപ്പോൾ ഒന്നാമത്തെ ദിവസം നമ്മൾ 100 ദിവസം 100 ചാപ്റ്റർ, അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ദിവസമാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് പറ്റുന്ന അത്രയും തവണ, നിങ്ങൾക്ക് 100 തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 100 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോഴും നമ്മൾ മറക്കത്തില്ല. സാഹചര്യം വരുമ്പോൾ ഉപയോഗിക്കുക. നമ്മൾ ഒരിക്കലും നാണക്കേടാണെന്ന് വിചാരിക്കരുത്. നമ്മൾ പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടാക്കുമെന്ന് വിചാരിക്കില്ല. നമ്മുടെ മാതൃഭാഷ അല്ല ഇംഗ്ലീഷ്, അത് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയാമല്ലേ, അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമുക്ക് ഇംഗ്ലീഷുകാർക്കൊന്നും അവരുടെ അല്ലാതെ മറ്റൊരു ഭാഷ അറിയാവുന്നവർ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റ് 2ാമത്തെ ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.